പുതിയൊരുവിടയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടുപ്പ് ഉണ്ടാക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ ചട്ടി വെച്ചിട്ടുള്ളൊരു അടുപ്പായിരുന്നു, മൺചട്ടി വെച്ചിട്ട്. അപ്പോൾ ആ ചട്ടിയിൽ നമ്മൾ ചായ വെച്ച് കാണിച്ചായിരുന്നു, സക്സസ് ആയെന്നും പറഞ്ഞ് നമ്മളെല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ, ഉദ്ഘാടനം ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ചായ എല്ലാം സെറ്റപ്പ് ആയായിരുന്നു, കാരണം പ്രത്യേകിച്ച് പുകച്ചൊവയോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ അത് അപ്പം തന്നെ എടുത്തിട്ട് ആദ്യത്തെ ദിവസം അവിടെ പുറത്ത് വെച്ചിട്ട് അമ്മ കഞ്ഞി വെച്ച്, അതിന് പിറ്റേ ദിവസം എടുത്ത് അകത്ത് കയറ്റി വെച്ചാണ്. ഇപ്പോഴും അത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി ഉച്ചക്ക് തുടങ്ങി വൈകുന്നേരമായിട്ട് തീർന്നില്ലല്ലോ. അപ്പം തീർന്ന് അവസാനം ആയപ്പോഴത്തേക്ക് നമ്മൾ മിറ്റിലിട്ടപ്പോൾ മിറ്റിൽ അതിൻ്റെ ഇടക്കൂടി പോയി. അപ്പോഴത്തേക്ക് നമ്മൾ 2 ടൈലിൻ്റെ പീസാണ് സൈഡിലായിട്ട് വെച്ചത്. പക്ഷെ ആ സംഭവം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അത് നമ്മൾ അച്ഛ പറഞ്ഞ് എന്തോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അച്ഛ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാറില്ലായിരുന്നു. അത് ഇങ്ങനെ ഇങ്ങോട്ട് വരാറ് മിറ്റിൽ ഇച്ചിരി പോകുന്നുണ്ട്, അപ്പോൾ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുമല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് അടുപ്പിൻ്റെ ഓർഡറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ എത്ര പേര് പറഞ്ഞൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ അടുപ്പായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും വലുതായിട്ട് കണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം ഇവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിറക് മതി ഒരാഴ്ച ഇവിടെ വിറക് വെക്കാൻ. എന്ന് വെച്ചാൽ ചോറ് വെക്കാൻ വേണ്ടി ആ വിറക് മാത്രം മതി. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും തള്ളാണെന്ന്, പക്ഷെ അല്ല ഗൈസ്, ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മയാണ് എന്നോട് പറഞ്ഞത്. ആദ്യം ഞാനും ഓർത്ത് പോയിട്ട് ഇതെന്താ അമ്മ ഇങ്ങനെ പറയണമെന്ന്. പക്ഷെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള വിറകുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഈ വിറക് വേസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാലും അമ്മ തീ കത്തിക്കുമ്പോൾ നമ്മുടെ പഴയ അടുപ്പിലും കൂടി ഇച്ചിരി കത്തിച്ച് കൊടുക്കാറുണ്ട്. അതിന് സങ്കടം വരണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും, അതെന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് പോയി കാണാം. അത് നല്ല ഇപ്പോൾ കത്തിക്കാറുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇരിക്കണത് നമ്മുടെ മുല്ല കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇരുന്നത്. പിന്നെ പറഞ്ഞു പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ അതാണെങ്കിലും ദേ നമ്മുടെ മുല്ലയും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പൂത്തേക്കണം കണ്ടോ ഗൈസ്, ദേ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത മുല്ലയാണ്. എന്ന് വെച്ചാൽ വെച്ച് പിടിപ്പിച്ചാണ്. അമ്മ എന്തൊക്കെയോ ട്രിക്ക് വെച്ചിട്ട് ഇത് നിറച്ചും പൂപ്പിച്ചിട്ടുണ്ട്. ആ എന്താ ട്രിക്ക് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അത് നമുക്ക് വേറൊരു വീഡിയോ ഇട്ടിടാം, ഇല്ലെങ്കിൽ അമ്മയുടെ ഈ വീഡിയോ തന്നെ ചോദിക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിലാണ് കൂടുതൽ പൂവെന്ന് എനിക്ക് തോന്നണത്. പിന്നെ നമുക്ക് വേറെ മുല്ലയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ ഓർക്കണല്ലോ ഇപ്പോൾ. പക്ഷേ ഈ മുല്ല തന്നെ ഇപ്പോഴും പ്രാഗിക്കൊണ്ടിരിക്കുകയായിരിക്കും, കാരണം നമ്മളിതിനെ 4ാമത്തെ വട്ടമാണ് കഴിച്ച് ഇതിനെ ചട്ടി വെക്കും ചട്ടിയിൽ നിന്ന് ഇറക്കും, ചട്ടി വെക്കും ചട്ടിയിൽ നിന്ന് ഇറക്കും, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ഒരു 20 ദിവസം മുന്നേ നമ്മളിപ്പോൾ ചട്ടി കയറ്റി വെച്ചതാണ് കേട്ടോ ഇതിനെ. പാവമുണ്ട്, എന്നാലും ചട്ടി കയറ്റി വെച്ചപ്പോൾ നല്ലോണം നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവനിപ്പോൾ നല്ല പൂക്കണുണ്ട്. ഉണങ്ങിയത് കണ്ടോ ചെറുതായിട്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആ കാട്ടിൻ്റെ അകത്തായിരുന്നു നിന്ന് ഞങ്ങൾ കണ്ടുമില്ല, പക്ഷെ ഇടക്ക് പൂക്കുമ്പോഴൊക്കെ കാണാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കുറേ പൂടെ പൂത്തിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ നിത്യ കല്യാണി, എല്ലാം പൂത്തിട്ടുണ്ട്. എല്ലാ ദിവസവും പൂക്കാറും ഉണ്ട് ഇവിടെ ഇപ്പോൾ. പിന്നെ എൻ്റെ ടർട്ടിൽ വൈൻ്റെ ഇത് കണ്ടോ, എന്തായാലും നമ്മൾ ഈ വീഡിയോ എടുത്ത ഗാർഡൻ്റെ വീഡിയോ ആയിപ്പോവും. അപ്പോൾ നമുക്കെന്തായാലും അകത്തോട്ട് പോയിട്ട് കാണിക്കാം. മക്കളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുപ്പുണ്ടോ, ഇത് നമ്മളിപ്പോൾ തീ പിടിപ്പിച്ചത് ചെറുതായിട്ട് കിടന്നുണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് അമ്മ വെച്ചിട്ട് ഊതി കൊടുക്കണം കേട്ടോ. പക്ഷെ അത് അമ്മ ഇച്ചിരി പേപ്പർ തന്നെ, നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ഒരു 5 മിനിറ്റ് വേണ്ട കത്തിക്കാൻ, 2 മിനിറ്റ് കൊണ്ട് കത്തി കിട്ടുന്നതാണ്. ഇപ്പം ആകുമ്പോൾ തീ വെച്ചത് ഉണ്ടായിരുന്നുള്ളത് ഇപ്പം തന്നെ. ഇതെന്താണെന്ന് അറിയോ ഗൈസ്, ഇത് നമ്മുടെ മുളയുടെ വടിയാണ്. ആ സംഭവം ഇവിടെ കുറേ ഉണ്ട്, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കാറ്. ഇത് വേണ്ടത് ഈ വിറകാണ്, ഇത് അകത്തോട്ട് ഇടുക അമ്മ. ഇത് കീറുമോ? ഇതിന്റെ വലിയ നാക്കൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത് അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഒത്തിരി ഉപയോഗിച്ചിട്ടില്ല. 2 വട്ടം ചായ വെച്ചിട്ടോ അങ്ങനെ ചെറിയതായിട്ട് കഷ്ണാക്കിട്ടേ ഇങ്ങനെ വെക്കും. പിന്നെ തീ പിടിച്ച് കിട്ടിയാ പിന്നെ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് പിടിക്കും. തീ പെട്ടെന്ന് പിടിക്കും. പിടിച്ചാൽ പിന്നെ നമ്മൾ അതുമായിട്ട് നോക്കണ്ടല്ലോ, പിന്നെ കയറ്റി വെച്ചാൽ പോരെ, തീ ഇങ്ങനെ തള്ളി കൊടുത്താൽ പോരെ. ഇതുണ്ട് ഇതിൻ്റെ സെറ്റപ്പ്. ഞാൻ തകർന്നു പോയെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ ഗൈസ്, ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ ഇത് കാണാവോന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ ഈ 2 സംഭവം ഇങ്ങനെ തള്ളി വന്നിട്ട് ഇതുണ്ടോ മിറ്റിൽ കണ്ടോ, മിറ്റിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മൾ അത് നല്ല വൃത്തിക്ക് കൊടുക്കുള്ളൂ.
ഈ ചട്ടിക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഈ റൗണ്ട് കട്ട് ചെയ്യാൻ നേരത്തുണ്ടല്ലോ ഒരു പ്രശ്നം പറ്റിയായിരുന്നു. അവസാനത്തൊരു കുത്ത് കൊടുത്തപ്പോൾ ദേ ഇവിടെ ചെറുതായിട്ടൊന്ന് വിണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അറിയാൻ പറ്റിയല്ല, എന്നാലും അപ്പുറം ഇപ്പുറം വിണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി പ്രശ്നമാണ്. അപ്പം നമ്മൾ വേറൊരു ചട്ടിയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഇവനെ മാറ്റാമില്ലെങ്കിൽ ഇവനെ ചെയ്യുമല്ലേ. ഇന്നിപ്പോ 5-6 ദിവസമായാലും ഒരു കുഴപ്പമില്ലല്ലോ ഇത്. ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ കത്തിച്ചിട്ടാണെങ്കിലും ഇവിടെ ഒത്തിരി ചൂട് ഇങ്ങോട്ട് വന്നില്ല. കാരണം ആ മിറ്റിലിന്റെ അകത്തോട്ട് തന്നെ നിൽക്കുവാണ് ആ ചൂട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഒന്നും പിടിക്കണേനും കുഴപ്പമില്ല. അതെ, പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വലിയ അടുപ്പിലാണെങ്കിൽ ഒരു ചിരട്ടയും തീയത്തുണ്ടോ ഇതുപോലെ ഈ ഒരു വിറക് മതി ആന വിറക് ചെയ്യുന്നത്. അപ്പൊ ഇത് ചിരട്ടയൊക്കെ അതേപോലെ ഇടുമായിരുന്നു. ഇതിപ്പോ ചിരട്ടയും പൊട്ടിച്ച് അടുക്കളയുടെ ഇവിടെ വൃത്തികേടാവും കേട്ടോ. അതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മിറ്റിലൊന്നും കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവേ. ഇതിങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിനെ കുറിച്ചൊക്കെ അമ്മക്കാണ് കൂടുതൽ അറിയാമോ? അമ്മ പറയട്ടെ. ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വിറവ് കൂടി വെച്ചിട്ട് കഞ്ഞിയുടെ ഇതങ്ങ് വെച്ച് കഴിഞ്ഞാല് പിന്നെ തള്ളി വെച്ചാ പോരെ. പിന്നെ ഇവിടുന്ന് തള്ളി ഈ സംഭവം ഈ ചെറിയ മുളയുടെ വടി നമ്മൾ തള്ളി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ മുളയുടെ വടി മക്കള് നമ്മുടെ കടയിൽ തുണി വരണ അത് നമുക്ക് അവര് കൊണ്ട് തരണം. അവിടെ ഞങ്ങളുടെ കടയിൽ തുണി വരണാണ്. അപ്പൊ അവിടെ ഈ വിറകു ഈ മുളയുടെ വടിയിൽ വെച്ച് കെട്ടിയെന്തോ അല്ലേ വന്നെ. എറണാകുളത്തുനിന്ന് ഇങ്ങനെ വരണയാണ്. അപ്പത്തേക്ക് അവരുടെ അവിടെ കുറേ ഉണ്ട്. അപ്പൊ അവര് ചോദിക്കും, അവിടെ എല്ലാരും അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ വിറക് വേണോന്ന് ചോദിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പത്തേക്ക് നേരത്തെ കഴിഞ്ഞ വർഷം ഇനിയിപ്പോ വേറെ എടുക്കും. കാരണം ഗ്യാസ് ഒന്നും കിട്ടല്ല. നമ്മൾ ഇത്രയും നാളും നമ്മളായിരുന്നു കൊണ്ടുവരണത്. ഇപ്പൊ ഇച്ചിരി കിട്ടുന്നുള്ളൂ. എന്തായാലും നമുക്ക് പിന്നെ നമ്മുടെ കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് പണി കുറവായത് കാരണം നമ്മള് പണി ചെയ്യുന്നില്ലല്ലോ. ഇപ്പത്തേക്ക് ഇതേ ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞില്ലല്ലോ. സെറ്റ് സാധനം. അതെ. ദേ ദോശ ഏറ്റവും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. കുക്കർ വെക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുക്കർ വെക്കുവാണ്. നമ്മുടെ എത്ര ഇതിന്റെ അമ്മ കുക്കർ ഒരു എത്ര ചെറിയ കുക്കർ ചെറുതാണ്. 2 ലിറ്ററിന്റെ എന്തൊരു കുക്കറാണ് അത്. ഇതിന്റെ അകത്ത് കറക്റ്റ് ആണ്. പിന്നെ വിസിലടിക്കുവോ ആ തീന്റെ അളവോ അങ്ങനെയൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അടിപൊളിയായിട്ട് വിസിലടിക്കും. പിന്നെ ഇത് കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിലടിച്ചൊന്ന് കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ചൂടും കൂടി ചെന്ന് അതിച്ചൂടി അടിപൊളി ആയിക്കോളും. അപ്പം ഞങ്ങളിവിടെ കുക്കറൊക്കെ വെച്ച് നോക്കിയോണ്ടാട്ടോ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയുകയില്ലായിരുന്നല്ലോ. എന്തായാലും നല്ല അടിപൊളി സംഭവം. കരി പിടിക്കും. അത് നമ്മൾ തേച്ച് കഴിയേണ്ടത് നമ്മുടെ കാര്യമാണ്. അത് പിന്നെ അടുപ്പി വെച്ചാലും കരി പിടിക്കുമല്ലോ. പിന്നെ ഇതായതുകൊണ്ട് ഇച്ചിരിയും കൂടി കൂടുതൽ പിടിക്കുന്ന തോന്നുന്നത്. കാരണം ഈ പുക ഇങ്ങോട്ട് വരുമല്ലേ. അതുകൊണ്ട് എന്നാലും സാധാ അടുപ്പിൽ വെക്കുന്നതിലും ഇച്ചിരിയും കൂടി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ, അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, തീ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ തീ പിടിപ്പിക്കാൻ ഒത്തിരി ഈ സാധാ അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന അത്ര പാടും പെടണ്ട കേട്ടോ ഇതില്. അതാണ് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് തോന്നിയത്. പിന്നെ ഇത് തള്ളി വെച്ചോണ്ടിരിക്കണം, അതേ ഉള്ളു പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ചൂടായി തോന്നല്ലേ. അകത്ത് കട്ടിയുള്ളൊരു വിറകിടുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് നോക്കണം. അല്ലെങ്കിൽ അരിയൊക്കെ അടുപ്പിട്ടിട്ട് നമ്മൾ ശരിക്കും പോയാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഊറ്റാനാ വലിയ അടുപ്പ് തന്നെ. അത് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നുണ്ടോ. എന്തായാലും നമുക്ക് ദോശ ചൂടാൻ നേരം ദോശ ചൂടാനുള്ള പരിപാടി ചെയ്യാം. അപ്പം ഞങ്ങൾ ഇതിൽ ആദ്യം എണ്ണ തൂക്കുന്ന ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടോ. നമ്മൾ ഭയങ്കര മറ്റേ പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടൊന്നും ചെയ്യണ ആളൊന്നുമല്ല. ഇതേ മറ്റേ തേങ്ങയുടെ എന്താണ് ഇതിൻ്റെ പേര്, ചകിരി വെച്ചിട്ടാണ്. പഴയ വീടുകൾ ചെയ്യുന്ന പോലെയാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. പിന്നെ ഗൈസ് ഇവിടെ കോലയൊക്കെ നിങ്ങൾ നോക്കണ്ട. അവിടെ കെട്ടി തൂക്കി ഇട്ടേക്കണം. ഒരു അഴിച്ച് കളഞ്ഞിട്ടില്ല, അഴിച്ച് കളയണം. അവിടെയാണ് നമ്മൾ കെട്ടി തൂക്കിയിടുന്നത്. അയ്യോ എന്തോ ഇതാല്ലേ. നമുക്ക് അവിടെയൊക്കെ ഒന്ന് തുടക്കണം. ഞാൻ ചുട്ടെ. നമുക്ക് ഇച്ചിരി മാവ് എടുത്തിട്ട് ഇട്ടിട്ട് ഈ തുള വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മളിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി വെട്ടം കിട്ടാത്തതുകൊണ്ട് അവിടെ ലൈറ്റ് ഇടാനുള്ള സമയമൊക്കെ ഉണ്ട്. ഇവിടെ തുടക്കണം നമുക്ക്. ഞാൻ വേഗട്ടെ കഴിച്ച് നമുക്ക് അങ്ങനെ ഷീറ്റോ ഇവിടെ ഉണക്കുമായിരുന്നോ?
എനിക്കൊന്നും അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അടുപ്പാക്കിയത്. പിന്നെ ചേനയൊക്കെ ഉണക്കാൻ അതേ ഇവിടെ മേളിൽ കുറെ മറ്റേ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അത് മുഴുവൻ അച്ഛ എടുത്ത് ഒരു 2 സ്റ്റാൻഡ് ഇവിടെ കിടപ്പുണ്ട്. ആ മറ്റേ ഇത് തൂക്കിടാനാന്ന് തോന്നുന്നു. കൊല ചൂടാവട്ടെ. പുളിയൊക്കെ ഉണക്കുമായിരുന്നു നമ്മളിവിടെ. പുളി ഉണക്ക എനിക്ക് അങ്ങനെ കാര്യമൊന്നും ഓർമ്മയില്ല. എനിക്ക് മറ്റേ ഈ സംഭവം തൂക്കിടുന്ന ഓർമ്മയുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലോ. അരച്ചിടുവോ? മറിച്ചോട്ടെ. ഇളക്കമുണ്ടല്ലോ ഒന്ന്. അയ്യോ സൈഡിലോട്ടായി പോയി. ചൂടാവട്ടെ. എന്തായാലും നമ്മുടെ അവസാനം കേട്ടോ. ഇപ്പം വീഡിയോയിൽ അവസാനമായി നമ്മുടെ ഈ ഒരു ദോശയും കൂടി ഉള്ളൂ. ഇതിപ്പം ഇത്രയും ചുട്ട് വെച്ചിട്ട് ഇതെന്താ അമ്മേ? ഓ അതാ ദോശയുടെ സംഭവം. ഇത്രയും ദോശ വിട്ടിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.